പരിശുദ്ധമായ റബീഉൽ മാസം നമ്മളുടെ കടന്നു വന്ന് 2-3-4 ദിവസമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളും അവിടുത്തെ മൗലിദിന്റെ മജ്‌ലിസൊക്കെ നാം നടത്തിക്കൊണ്ടുവരികയാണ്. അള്ളാഹു നമ്മളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നാം തുടങ്ങി വെച്ച വിഷയം തുബ്ബഅ റാജാവ് അല്ലെ. 1000 വർഷത്തിനു മുമ്പ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു. ഹബീബായ മുത്തുനബിയിലേക്ക് ഇറക്കപ്പെട്ട കിതാബുകളെ കൊണ്ട് വിശ്വസിച്ചു അല്ലെ. യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈക ഇന്നി ആമന്തു ബിക വബികിതാബിക അല്ലദീ അൻസലല്ലാഹു അലൈക വഅന അലാ ദീനിക വസുന്നതിക വആമന്തു ബിറബ്ബിക വറബ്ബി കുല്ലി ഷൈഇൻ അല്ലെന്നല്ല പറഞ്ഞത്. ഞാൻ നിങ്ങളെ കൊണ്ട് വിശ്വസിച്ചു, നിങ്ങൾക്ക് ഇറക്കിയതായ നിങ്ങൾക്ക് ഇറക്കുന്ന പരിശുദ്ധമായ ഖുർആൻ കൊണ്ടും വിശ്വസിച്ചു. ഞാൻ നിങ്ങളെ ദീനിന്റെ മേലെയാണ്, നിങ്ങളെ സുന്നത്തിലാണ്. ഈ വിഷയെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കത്ത് എഴുതുകയും ആ കത്തിലേക്ക് ഒരു വിലാസം, ഒരു അഡ്രസ് ബഹുമാനപ്പെട്ട് എഴുതുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞ് എത്തിച്ചു വെച്ചത്. ഇലാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ ഖാതിമുൻ നബിയ്യീന വറസൂലി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട ഒരു കത്ത് എഴുതി. എന്നിട്ട് ആ കുറിപ്പിന്റെ, ആ കത്തിന്റെ, ആ കടലാസിന്റെ മേലെ സ്വർണം കൊണ്ട്, ബംഗാറ് കൊണ്ട് മുദ്ര വെച്ചു, സീൽ വെച്ചലെ. ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദു വയൗമൈദിൻ യഫ്റഹുൽ മുഅ്മിനീന ബിനസ്രില്ലാഹ്. ഈ ആയത്താണ്. അതിൽ പൊന്നുകൊണ്ട്, ബംഗാറ് കൊണ്ട് അദ്ദേഹം സീൽ വെച്ചു. എന്നിട്ട് ആ കുറിപ്പിലേക്ക്, ആ കടലാസിലേക്ക് ഒരു അഡ്രസ് എഴുതുകയാണ്. ആരുടെ പേരാണ്? ഇലാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ ഖാതിമുൻ നബിയ്യീന വറസൂലി റബ്ബിൽ ആലമീൻ. ഇത് അബ്ദുല്ലാ റളിയല്ലാഹുവിന്റെ മോനാകുന്ന മുഹമ്മദിനേക്കുള്ളതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് മുഹമ്മദ് നബി? 1000 കൊല്ലത്തിനു മുമ്പ് പരിചയപ്പെടുത്തുന്നത് ഖാതിമുൻ നബിയ്യീന, നബിമാരെ കൂട്ടത്തിൽ അവസാനത്തെ ആൾ. അതേപോലെ വറസൂലി റബ്ബിൽ ആലമീൻ, ലോകത്തിനേക്ക് അല്ലാഹു തആല, ലോകത്തിനെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിന്റെ റസൂലാണ് ഈ മുത്തുനബി. സ്വലവാത്തുല്ലാഹി അലൈഹി, അള്ളാഹുവിന്റെ സലാം അദ്ദേഹത്തിന്റെ മേൽ ഉണ്ടാകട്ടെ. അതാണ് അഡ്രസ്സിൽ മുത്തുനബിന്റെ പേരുന്നത്. ആരിൽ നിന്നിട്ടാണ്? ഇനി അതാ മിൻ തുബ്ബഇൽ അവ്വലി ഹുമൈർ ഇബ്നു ഉർദഇൻ, ഒന്നാമൻ അയാൾ നിന്നിട്ടാണ് ഈ കത്ത്. ആരിലേക്കാണ് കടലാസ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വർഷം മുന്നുള്ളൂ? 10-20 വർഷമല്ല, 1000 വർഷം മുന്നുള്ള എഴുതി വെക്കല്. എന്നിട്ട് എഴുതി വെക്കൽ അമാനത്തുല്ലാഹി ഫീ യദി മൻ വഖഅ ഇലൈഹി അൻ യൂസിലഹു ഇലാ സ്വാഹിബിഹി. വല്ലാത്തൊരു എഴുത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കത്ത് ഇതിന്റെ ഉടമസ്ഥന് ഏൽപ്പിക്കുന്ന കയ്യിൽ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് ആ കടലാസ് എഴുതിയിട്ട്, അതിൽ അഡ്രസ് എഴുതിയിട്ട് ആ കത്തിനെ ഏൽപ്പിക്കുകയാണ്. ആർക്ക്? 400 പണ്ഡിതന്മാരെ കൂട്ടത്തിൽപ്പെട്ട മക്കത്ത് തുബ്ബഅ രാജാവിനിക്ക് മറന്നു കൊടുത്ത ആളില്ലേ? തുബ്ബഅ രാജാവിനിക്ക് രോഗിയായപ്പോൾ നിന്റെ രോഗം ഞാൻ ശിഫയാക്കി തരാം, പറയുന്ന കാര്യം സത്യം പറയണം. അപ്പൊ മക്കത്തെ കാബാ ശരീഫിനെയും അവിടെയുള്ള ആളുമാരെയും ഞാൻ യുദ്ധം ചെയ്ത് ഹലാക്കാക്കും എന്ന് മനസ്സിൽ ചിന്തിച്ചിന് മാത്രം അപ്പോഴാണ് രോഗം വന്നത്. ആ രോഗത്തിനിക്ക് ചികിത്സിച്ച, മരുന്ന് കൊടുത്ത ആ പണ്ഡിതന്റെ കയ്യിലാണ് ഈ കത്ത് ഏൽപ്പിക്കുന്നത്. മനസ്സിലാക്കണം. അതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം. അതാണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം. അങ്ങനെ കത്ത് കൊടുത്തിട്ട് അയാൾ യാത്ര ചെയ്തു. കത്ത് കൊടുത്തിട്ട് ബഹുമാനപ്പെട്ട തുബ്ബഅ രാജാവ് റളിയല്ലാഹു അൻഹു അയാള് യസ്രിബ് തന്ന് ആ നാട്ടിലേക്ക് പേര് യസ്രിബ് എന്നാണ്. പിന്നീടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീന എന്നതിലേക്ക് സ്ഥാനപ്പേർ കൊടുത്തത്. വസാറ തുബ്ബഅ മിൻ യസ്രിബ ഹത്താ മാത ബിഖൽസാൻ മിൻ ബിലാദിൽ ഹിന്ദ്. ഇതിൽ പറയുന്നു അദ്ദേഹം മദീനത്ത് യാത്ര തിരിച്ചു. അങ്ങനെ ഇന്ത്യയിലുള്ള ഗൾസാൻ എന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. എതുമാവട്ടെ, അദ്ദേഹം യാത്ര തിരിച്ചിട്ട് അദ്ദേഹം ഒരു സ്ഥലത്ത് പിന്നീട് മരണപ്പെട്ടു. ആ മരണവും അയാൾ ആ മരിച്ച ആ സമയവും
ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനയിലേക്ക് എത്തുന്ന ആ സമയം നോക്കിയാൽ 1000 കൊല്ലം. ഒരു നാള് യാറയില്ല, ഒരു നാള് കുറയുന്നില്ല. ഇതാണ് ചരിത്രം പറയുന്നത്. അയാൾ ആ മരണപ്പെട്ട ആ സ്ഥലത്ത്, ആ സമയത്ത്, അതിന്റെ സമയം നോക്കിയാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് എത്തുന്നതും അദ്ദേഹം മരണപ്പെട്ട ആ സമയം നോക്കിയാൽ 1000 കൊല്ലം എന്തുണ്ട്, വഴിദൂരമുണ്ട്. ഒരു ദിവസം യാറയില്ല, ഒരു ദിവസവും കുറവുമില്ല. وكان من اليوم الذي مات فيه الطبع الى اليوم الذي بعث فيه النبي صلى الله عليه وسلم 1000 سنه لا تزيد ولا تنقص. യാറയില്ല, കുറയില്ല, 1000 കൊല്ലത്തിന്റെ വഴിദൂരം. ആ 400 പണ്ഡിതന്മാരെ ലീഡറാകുന്ന അയാളെ കയ്യിൽ ഏൽപ്പിച്ചു. ബഹുമാനപ്പെട്ടവർ പോയി, പിന്നീട് മരണപ്പെട്ടു. ആ മരണം റസൂലുള്ളാഹിന്റെ വഴിദൂരം നോക്കും 1000 കൊല്ലം. അതാണ് ആ 400 പണ്ഡിതന്മാർ. ഉലമാക്കളും അതേപോലെ ബുദ്ധിമാന്മാരുള്ള ആ 400 ആള് അവരുടെ മക്കളാണ് പിന്നീട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെത്തിയപ്പോൾ സഹായിച്ചത്. അവർക്കാണ് അൻസാരികൾ. അവരുടെ മക്കളെ പാരമ്പര്യത്തിൽ വന്ന ആ ആളുകളാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചതും പിന്നീട് മുത്തുനബിക്കും സ്വഹാബാക്കൾക്കും സഹായിച്ചത്. ആ അൻസാരികളായ സ്വഹാബാക്കൾ അത് അവരുടെ പാരമ്പര്യത്തിൽ പെട്ടവരാണെന്നാണ് ചരിത്രം പറയുന്നത്. കാനൽ അൻസാറുല്ലദീന നസറു അൻ-നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഔലാദി ഉലൈകൽ ഉലമാഇ വൽ ഹുകമാഇ ഫലമ്മാ ഹാജറ അൻ-നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മദീനത്തി സഅലഹു അഹ്ലുൽ ഖബാഇൽ. അങ്ങനെ ചരിത്രം തീർന്നിട്ട് നമ്മളെ ഉദ്ദേശം എത്തുകയാണ്. ആ 400 പണ്ഡിതന്മാരെ സന്താന പാരമ്പര്യത്തിൽ പെട്ടവരാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താനങ്ങള്. ഇത് അൻസാരികളായ സ്വഹാബാക്കൾ ആ 400 പണ്ഡിതന്മാരുടെ മക്കളാണ്. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വരികയാണ്. മക്കയിൽ നിന്ന് അല്ലെ 55-ാമത്തെ വയസ്സ്, ഏകദേശം 40-ാമത്തെ വയസ്സിൽ മുത്തുനബിക്ക് നുബുവത്ത് കിട്ടി. 15 കൊല്ലം മക്കയിൽ ഇസ്ലാമിന്റെ പ്രബോധനം, ദീനിന്റെ ദഅവത്ത് നൽകി. അങ്ങനെ ഏകദേശം ഒരു 50-ാമത്തെ വയസ്സ്, 53 അല്ലെങ്കിൽ 55-ാമത്തെ വയസ്സിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക വിട്ട് മദീനയിലേക്ക് വരുമ്പോ സ്വഹാബാക്കളിൽ, ആ അൻസാരികളായ സ്വഹാബാക്കളിൽ ചർച്ച വന്നു. ഞങ്ങളെ കയ്യിൽ ഏൽപ്പിച്ച ഒരു അമാനത്തുണ്ട്. 1000 കൊല്ലത്തിനു മുമ്പ് സ്വർണം കൊണ്ട്, പൊന്നുകൊണ്ട് സീല് വെച്ച ഒരു അമാനത്ത് ഞങ്ങളെ കയ്യിലുണ്ട്. എന്തു ചെയ്യും? അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മഹാനവർകൾക്കുള്ള ആ അന്നത്തെ അധ്യക്ഷതയിൽ തീരുമാനിച്ചു, ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൈമാറേണ്ടതുണ്ട്. ഇത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട്. ആരെ കയ്യിലാണ് ഏൽപ്പിക്കുന്നത്? കാരണം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാം മക്കയിൽ നിന്നിട്ട് വിട്ടു വരുമ്പോൾ ഒന്നും മദീനത്ത് മുത്തുനബിക്കില്ല. പക്ഷേ പടച്ച റബ്ബ് മുത്തുനബിക്ക് കൊടുത്ത സ്ഥാനം അവിടെയാണ് നോക്കേണ്ടത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഗതി ഇല്ലാതെ വരുന്നതല്ല. മുത്തുനബിക്ക് 1000 കൊല്ലം മുമ്പ് പരിശുദ്ധമായ മദീനയിൽ അല്ലാഹു തആല കൊട്ടാരം, ഒരു വീട് പടുത്തുയർത്തിയിട്ടുണ്ട്. ആരുടെയും കൈ കാണിച്ചു കൊണ്ടുവരുന്നതല്ല. മുത്തുനബിയെ ബഹുമാനിച്ച് 1000 കൊല്ലം മുമ്പ് തന്നെ അള്ളാഹു അവിടെ പടുത്തുയർത്തിയ ഒരു കൊട്ടാരമുണ്ട്, ഒരു വീടുണ്ട്. ആ വീടിന്റെ റെക്കോർഡ്സ് കൈമാറാൻ വേണ്ടി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചർച്ച ചെയ്തു. അവസാനം മുത്തുനബി മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അതെന്താക്കണം, അതിന്റെ രേഖ എന്താക്കണം, കൈമാറണം എന്ന് തീരുമാനമെടുത്തു. അങ്ങനെ വിശ്വസ്തനായ ഒരാളെ കയ്യിൽ അതിന്റെ രേഖ ഏൽപ്പിക്കുകയാണ്. ആരാണത്? അബൂ ലൈല റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ റസൂലുള്ളാഹിന്റെ മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആ രേഖ കൈമാറണം. അങ്ങനെ പോയി. വഴിമധ്യത്തിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതാ ബനു സുലൈം എന്ന ഗോത്രക്കാരെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുമുട്ടി. പക്ഷെ അബൂ ലൈലക്ക് ഇത് മുത്തുനബിയാണെന്ന് അറിയില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ തന്നെ, അബൂ ലൈലനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു,
എനിക്ക് കൈമാറാനുള്ള രേഖ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അബൂലൈലക്കാണെങ്കിൽ ഒരു മുത്തുനബി എന്ന് അറിയില്ല. രണ്ടാളും കണ്ടുമുട്ടിയപ്പോൾ ഹബീബായ മുത്തുനബി ചോദിച്ചു, അന്ത അബൂലൈല, നീ അബൂലൈലയാണോ? ഇയാൾക്ക് വിഷയമാണ്. ഇതിന്റെ മുഖം നോക്കിയിട്ട് ചോദിക്കുന്നു, നീ അബൂലൈലയാണോ? അബൂലൈല റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, അതെ അതെ, ഞാൻ അബൂലൈലയാണ്. വമഅക കിതാബു തുബ്ബഇൽ അവ്വൽ, അതാ ഒന്നാമൻ നൽകിയ ആ കത്ത് നിന്റെ കയ്യിൽ ഉണ്ടോ? അയാൾക്ക് പിന്നെയും അത്ഭുതമായി. അയാൾ ചിന്തിച്ചു പോയി, മൻ അന്ത, നിങ്ങളാരാ? കാരണം മുത്തുനബി എന്നറിയാല. കാണുമ്പോൾ ഒരു സിഹറിന്റെ ലക്ഷണം പോലെ, ഒരു സിഹർ ചെയ്യുന്ന ആളുമാരുടെ ലക്ഷണം പോലെ കാണുന്നുണ്ട്. കാണണമെങ്കിൽ അയാൾ വിചാരിച്ചത് എന്തെങ്കിലും മായാജാലം വിദ്യ കൊണ്ടിട്ട അല്ലെങ്കിൽ സിഹർ കൊണ്ടിട്ട അങ്ങനെ വിട്ടുകൊണ്ടായതാ ഞാൻ അബൂലൈല ചെന്നിട്ട്, അല്ലെങ്കിൽ ഇനി എന്റെ കയ്യിൽ തുബ്ബ രാജാവിന്റെ കത്തുണ്ട് ചെന്നത് അങ്ങനെ അറിഞ്ഞതാ എന്ന് വിചാരിച്ചു. നിങ്ങൾ ആ മുഖത്തിൽ ആ സിഹറിന്റെ അടയാളം ഒന്നും കാണുന്നില്ലല്ലേ? എനിക്ക് എങ്ങനെയാണ് എന്റെ കയ്യിൽ കത്തുണ്ട് മനസ്സിലായത്? അതും തുബ്ബ രാജാവ് 1000 കൊല്ലത്തിനൊക്കെ മുമ്പ് ആ സൂക്ഷിക്കാൻ വേണ്ടിയുടെ കത്ത് എന്റെ കയ്യിൽ എങ്ങനെയാണ് അറിഞ്ഞത്? നിങ്ങളുടെ മുഖത്തിൽ സിഹറിന്റെ ഒരു ഭാവന ഒന്നും കാണുന്നില്ലല്ലേ? അപ്പോൾ പറഞ്ഞു, ഞാൻ സിഹർ ചെയ്യുന്നവനല്ല, ഞാൻ മാട്ടമന്ത്രം ചെയ്യുന്നവനല്ല. പിന്നെ ഞാൻ ആരാണ്? അന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാൻ ഹബീബായ അല്ലാഹുവിന്റെ റസൂലാണ്. ഹാത്തിൽ കിതാബ്, നിന്റെ കയ്യിലുള്ള രേഖ എനിക്ക് തരൂ. ഹബീബായ മുത്തുനബി പറയുന്നു, അതാണ് അല്ലാഹു തആല മുഅ്ജിസത്ത് കൊടുത്തത്. ഹാത്തിൽ കിതാബ്, നിന്റെ കയ്യിലുള്ള രേഖ എനിക്ക് കൈമാറൂ, എനിക്ക് തരൂ. അങ്ങനെ ബഹുമാനപ്പെട്ടു സൂക്ഷിച്ചു വെച്ച അദ്ദേഹത്തിന്റെ ബാഗിന്റെ ഉള്ളിൽ എവിടെയാ സൂക്ഷിച്ചു വെച്ച ആ കത്ത് എടുത്തിട്ട് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയ്യിൽ കൊടുത്തു. ആ കത്ത് ഹബീബായ മുത്തുനബി വാങ്ങി. മുത്തുനബി ആ കത്ത് എടുത്തുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അലി റളിയല്ലാഹുവിന്റെ കയ്യിൽ കൊടുത്തു. അവിടുന്ന് ആ കത്ത് വായിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആ കത്ത് തുറന്ന് ആ കത്ത് എല്ലാം വായിച്ചു കൊടുത്തു. ഇന്നലെ പറഞ്ഞതാണ് അല്ലെ, ആ കത്ത് എഴുതിയത് എന്താണ് ഇന്നലെ പറഞ്ഞല്ലോ, അത് എല്ലാം വായിച്ചു കൊടുത്തു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കത്തിലുള്ള എല്ലാ വിഷയങ്ങളും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടു. എന്നിട്ട് മുത്തുനബി പറഞ്ഞു, മർഹബൻ ബിൽ അഖി സ്വാലിഹ്, മർഹബൻ ബിൽ അഖി സ്വാലിഹ്, സ്വാലിഹായ എന്റെ കൂട്ടുകാരന് സ്വാഗതമാണ്. 3 പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് അബൂലൈലയോട് പറഞ്ഞു, നീ മദീനയിലേക്ക് തന്നെ തിരിച്ചു പോവുക, ഞാൻ മദീനയിലേക്ക് വരുന്നുണ്ട്. നീ മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ വേണ്ടി അബൂലൈല റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അബൂലൈല റളിയല്ലാഹു അൻഹു ആ സന്തോഷത്തിൽ സ്പീഡായി മദീനയിലേക്ക് എത്തുകയാണ്. എന്നിട്ട് മദീനക്കാരോട് പറഞ്ഞു, ഇതാ ഹബീബായ മുത്തുനബി വരുന്നുണ്ട്. ഹബീബായ മുത്തുനബിന്റെ കയ്യിൽ ഞങ്ങൾ സൂക്ഷിപ്പ് സ്വത്തായ ആ രേഖ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹബീബായ മുത്തുനബി പറഞ്ഞതും ആ ചോദിച്ചതും എല്ലാം അബൂലൈല മദീനക്കാർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ മദീനക്കാർ ആ സന്തോഷം കൊണ്ട് ആ മുത്തുനബി വരുന്നുണ്ടല്ലോ, മുത്തുനബി ആ കത്തിന്റെ അത്ഭുതകരമായ വാക്കെല്ലാം പറഞ്ഞപ്പോ അവർ സമ്മാനം ഭാര്യയ്ക്ക് കൊടുക്കുകയാണ്. ആർക്ക്? അബൂലൈല റളിയല്ലാഹു അൻഹു. എന്തേ? മുത്തുനബി വരുന്നുള്ള ആ സന്തോഷം ഞങ്ങളെ മക്കൾക്ക് എന്താക്കണം? റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടിയ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്ഹ് കീർത്തനങ്ങൾ പാടുന്ന ആ മക്കൾക്ക് പ്രൈസ് കൊടുക്കുന്നത് അത് പാരമ്പര്യമുള്ളതാണ്. റസൂലുള്ളാഹിന്റെ ആ മദ്ഹ് അൻസാരികളായ സ്വഹാബത്തിന്റെ മുമ്പിൽ പറഞ്ഞപ്പോൾ അവർ സമ്മാനം ഭാര്യയ്ക്ക് കൊടുത്തു. അപ്പോൾ നമ്മുടെ ചെറിയ മക്കള് ആ 12ാമത്തെ ദിവസം നമ്മുടെ മുമ്പിൽ സ്വലാത്തുകളും മദ്ഹുകൾ പാടുമ്പോൾ അവർക്ക് നല്ല സമ്മാനം കൊടുക്കണം. ഇൻഷാ അല്ലാഹ് ആയിട്ടില്ല, അതിന്റെ ബാക്കി കുറച്ചും ബാക്കിയുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ തീർക്കാം. അല്ലാഹു സുബ്ഹാനഹു